നമ്മൾ ഈ കാലത്ത് നാം ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയതായ എല്ലാ അനുഗ്രഹങ്ങളെയും ഈ സമയത്ത് ഓർക്കാം. ഒരു 5-10 വർഷം മുമ്പാണെങ്കിൽ ഈ പറയുന്ന ഇവിടെ നിൽക്കുന്ന ആളുകളുടെ ഒരു ഇരട്ടി ആളുകളെങ്കിലും ഇവിടെ കണ്ടേനെ. ഇന്ന് നമ്മളുടെ ഭവനങ്ങളിൽ പ്രായമായവരുടെ എണ്ണം കൂടുകയും ചെറുപ്പക്കാരുടെ എണ്ണം കുറയുകയും ചെയ്യുകയാണ്. ഇങ്ങനെയുള്ളതായ ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ടുള്ളതായ കാര്യം പരിശുദ്ധ ദൈവമാതാവും വിശുദ്ധന്മാരും ഒക്കെ അവരുടെ ജീവിതത്തിലൂടെ കാണിച്ചു വന്നിട്ടുള്ളതായ കാര്യമെന്ന് പറയുന്നത് ദൈവനാമം മഹത്വപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങളെ സമാധാനത്തെ ഒക്കെ പ്രദാനം ചെയ്യുക എന്നുള്ളതായ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ സന്ധ്യയ്ക്ക് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നതായ ഒരേ ഒരു കാര്യം അതുമാത്രമാണ്. സങ്കീർത്തനം 34 സങ്കീർത്തനം അതിൻ്റെ 14-15 വാക്യം. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കും. മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളതായ ഒരു സങ്കീർത്തനം. ദാവീദ് രാജാവ് അബീമേലെക്കിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയാണ്. അവനെ ശൗൽ പിന്തുടരുന്നതായ സമയം. ആ സമയത്ത് അബീമേലെക്കിന്റെ കയ്യിലേക്ക് ദാവീദ് രാജാവ് ചെല്ലുമ്പോൾ അവനൊരു ബുദ്ധിഭ്രമം പിടിച്ച ആളായിട്ട് അഭിനയിച്ച് അവിടെ നിന്ന് രക്ഷവിട്ട് പോരുമ്പോൾ ഉള്ളതായ ഒരു സങ്കീർത്തനമാണ്. അവിടെ ഈ സങ്കീർത്തനത്തിൽ വളരെ പ്രത്യാശ പകരുന്നതായ ഒരു സങ്കീർത്തനം കൂടെയാണ്. ഇങ്ങനെയുള്ളതായ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നതായ 2 വാക്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വായിച്ചത്. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ഇതിൽ നിന്നൊരു കാര്യം മാത്രം പറയുവാനായി ആഗ്രഹിക്കുകയാണ്. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക എന്നുള്ളതായ ആ ഒരു കാര്യം മാത്രമാണ് നിങ്ങളോടത്ത് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതായ ഒരു കാര്യം. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ ഒക്കെ പഠിച്ചിട്ടുള്ളതായ ഒരു വ്യക്തിയുടെ പേരാണ് ആനി ബസന്റ് എന്ന് പറയുന്നത്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. ആ സ്ത്രീയെക്കുറിച്ച് പറയുന്നതായ ഒരു കാര്യമുണ്ട്. അവര് യൂറോപ്പിലൂടെ ഇങ്ങനെ ട്രെയിനിൽ സഞ്ചരിക്കുന്നതായ സമയത്ത് അവരെപ്പോഴും അവരുടെ കയ്യിൽ ഒരു ബാഗ് നിറയെ നല്ല പൂക്കൾ ഉണ്ടാകുന്നതായ ചെടികളുടെ വിത്ത് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പൊ ഈ ട്രെയിനിൽ ഇരുന്നു കൊണ്ട് ഈ സ്ത്രീ ഈ വിത്ത് അവർ പോകുന്നതായ വഴിയിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. റെയിൽവേ ലൈനിന്റെ സമീപത്ത് ഇട്ടുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇത് കുറെ നാൾ കഴിയുമ്പോൾ ഈ വിത്ത് മുളച്ച് ചെടിയായി വളർന്ന് ഫലം നൽകി അതൊരു നല്ല മനോഹരമായ പുഷ്പങ്ങൾ ഉണ്ടാകുന്നതായ ചെടികളായി തീരും. അതാണ് ആ സ്ത്രീയുടെ ഉദ്ദേശം. അതിനുശേഷം അതിലൂടെ കടന്നു പോകുന്നതായ ആളുകൾക്ക് ആ ചെടി കാണുമ്പോൾ, അതിൻ്റെ പുഷ്പം കാണുമ്പോൾ
ഒരു സന്തോഷം ഉണ്ടാകും. അതുണ്ടാകട്ടെ, അത് അനേകർക്കുണ്ടാകട്ടെ എന്നുള്ളതായ ഒരു ചിന്തയിലാണ് ആ സ്ത്രീ അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കെന്താണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക, മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം പകരുക എന്നുള്ളതായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം എന്നുള്ളതായ കാര്യമാണ് ഓർപ്പിക്കുവാനായിട്ടുള്ളത്. പരിശുദ്ധ കന്യകമറിയാമ്മയുടെ ജീവിതത്തിൽ അമ്മ ഏറ്റെടുത്തതായ ഒരു ഉദ്യമത്തിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സമാധാനം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ രക്ഷ, ഇതാണ് അമ്മയ്ക്ക് പ്രദാനം ചെയ്യുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ഈ താൽക്കാലികമായ ഈ ലോക ജീവിതത്തിൽ ഞാൻ ആദ്യമേ ഈ പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ, ഈ വചനങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെയും ഞാൻ ഓർപ്പിച്ചു, ഇവിടെ നിൽക്കുന്ന ആളുകളുടെ എണ്ണത്തെക്കുറിച്ചും അതിൽ തന്നെ എത്ര പേർക്ക് പള്ളി വരെ നടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം. അപ്പോൾ കുറെ നാൾ മുമ്പായിരുന്നെങ്കിൽ കുറെ പേരുണ്ടായിരുന്നേനെയും മറ്റുള്ളതായ ആളുകളുമൊക്കെ, ഇടവക്കാരല്ലാത്തവരും ഒക്കെ ഇതിലൊക്കെ കണ്ടേനെ. പക്ഷെ ഇന്ന് വാർദ്ധക്യത്തിലേക്ക് പോകുന്നതായ ഒരു തലമുറ, അതിലുപരി പലതരത്തിലുള്ളതായ വിദ്വേഷം വരുത്തുന്നതായ, അല്ലെങ്കിൽ അതിലുമുപരിയായിട്ട് സ്വാർത്ഥമതികളായ ഒരു തലമുറ, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ തലമുറയെ ചിലപ്പോൾ ഒക്കെ തോന്നിപ്പോവുകയാണ്. അതെന്റെ കുറ്റമാണോ എന്ന് എനിക്കറിയുകയില്ല, ഞാൻ അത് അങ്ങനെ കണ്ടുപോവുകയാണ്. അപ്പൊ അങ്ങനെയുള്ളതായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിന് കൊടുക്കാനൊക്കുന്നത് അല്പസമാധാനവും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അല്പസമാധാനം, അല്പസന്തോഷം ഒക്കെ കൊടുക്കുവാനായിട്ട് കഴിയുമെങ്കിൽ അതായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ പുണ്യമെന്ന് നമുക്ക് കരുതാം. പണ്ടൊക്കെ നമ്മൾ വസ്തുവകകൾ വാങ്ങിക്കൂട്ടുകയോ അല്ലെന്നുണ്ടെങ്കിൽ പണ്ടത്തെ ഒരു രീതി വെച്ച് എങ്ങനെയൊക്കെ വസ്തുവകകൾ നമ്മൾ കൈക്കലാക്കാമോ, അങ്ങനെയൊക്കെ ഉള്ളതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാ വസ്തുക്കളും അനാഥമായി കിടക്കുകയാണ്. നമുക്ക് പുറത്തേക്ക്, വീടിന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒക്കാത്തതായ ഒരു കാലഘട്ടത്തിലാണ്. അങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വാങ്ങിക്കൂട്ടുന്നതും സ്വരൂപിച്ചു കൂട്ടുന്നതും ഒക്കെ വ്യർത്ഥമാണ്. നമുക്കെന്താണ് സ്വരൂപിച്ചു കൂട്ടുവാൻ ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചാൽ, ഒരുപിടി നന്മ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ, അതായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം. പരിശുദ്ധ കന്യകമറിയാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ, സ്വന്തം ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഏറ്റുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും രക്ഷയും ഒക്കെ പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം അമ്മയ്ക്ക് കഴിഞ്ഞെങ്കിൽ നമുക്കും അതായിരിക്കട്ടെ. ഇന്ന് നാം ഇവിടെ ഈ പ്രദക്ഷിണം കടന്നു പോകുമ്പോൾ, ഈ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുമ്പോൾ, നമുക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ, ഈ നാടിന്, ഈ ദേശത്തിന് സമാധാനം ഉണ്ടാകുവാൻ, ഈ ദേശത്ത് രോഗങ്ങളും വ്യാധികളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി എല്ലാവരെയും ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം സമർപ്പിച്ചുകൊണ്ട് ഈ നാടിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഇവിടെ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ ദേശത്തിന് അനുഗ്രഹം ഉണ്ടാകുവാൻ, നന്മയുണ്ടാകുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യഹോവയില് നീതിമാന്റെ അനർത്ഥങ്ങൾ അനവധിയാണെങ്കിലും അവയിൽ നിന്നൊക്കെ ദൈവം നമ്മെ പരിപാലിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങള്, ദുഃഖങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പറയുന്നത്
യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുമെന്നാണ്. നീതിമാന്മാരായി, നന്മ ചെയ്യുന്നവരായി, കഷ്ടം സഹിക്കുന്നവരായി നമുക്ക് ആയിത്തീരാം. അങ്ങനെ ഈ ലോകത്തിൽ കഷ്ടതയും ഒക്കെ സഹിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവതിരുനാമം മഹത്വപ്പെടുത്തുവാൻ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം പകർന്നു കൊടുക്കുവാൻ, പ്രത്യാശ പകർന്നു കൊടുക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.